കൂട്ടുകാരെ, ഞാനപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പ്രണയത്തെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അങ്ങനെ പ്രണയത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാമെന്ന് വിചാരിച്ചു. ഞാനിതുവരെ പ്രണയത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് അങ്ങനെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കല്ലേ കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഞാൻ പറയാൻ പോവാണ്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ അഗാധമായ ചിന്തകളിൽ നിന്ന് ഉടലെടുക്കുന്ന സ്നേഹത്തിൻ്റെ രൂപമാണ് പ്രണയം. സാഗരത്തിൻ്റെ ജലം പോലെ ശീതളവും എന്നാൽ സാഗരത്തിൻ്റെ തിരമാലകൾ പോലെ ശക്തവും ആഴമേറിയതുമാണ് പ്രണയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും പ്രണയത്തെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങളും ചിന്തകളും വ്യത്യസ്തമായ രീതിയിലുള്ള ഭാവനകളുമൊക്കെയാണ്. അപ്പം എല്ലാവർക്കും പല രീതിയിലായിരിക്കും പ്രണയത്തെക്കുറിച്ച് തോന്നുന്നത്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു ചിന്തയിൽ നിന്നുള്ളൊരു കാര്യമാണ്. സൂര്യപ്രകാശം പോലെ തീവ്രതയേറിയതും ശക്തവും അതുപോലെ പവിത്രവുമാണ്. അഗ്നി ശുദ്ധീകരിക്കും പോലെ പ്രണയം നമ്മുടെ മനസ്സിൻ്റെ ഭാവനകളെയും ചിന്തകളെയും എല്ലാം വേർതിരിച്ചുകൊണ്ട് അതിനെല്ലാം പവിത്രമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവനവൻ്റേതായ രൂപത്തിലും ഭാവത്തിലുമാണ് പ്രണയത്തെ ഓരോരുത്തരും കാണുകയും അത് തുറന്നു പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ പ്രണയം പറയാതെ പോകുമ്പോഴത്തേക്ക് ആ പ്രണയം ഒരിക്കലും വിജയത്തിലെത്താതെ പോകും. നമ്മളുടെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്തകളാണല്ലോ പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ അവനവൻ്റേതായിട്ടുള്ള ഭാവനകളും വ്യത്യസ്തമായിട്ടുള്ള രീതികളും ഒക്കെ കാണും. ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ ഇമ്പ്രഷനോടെയൊക്കെയാണ് അത് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലെ പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തകളും ഭാവനകളും എന്ന് എനിക്കൊരിക്കലും ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഞാനിതുവരെ പ്രണയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ചുമ്മാ തോന്നിയൊന്ന് പ്രണയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാമെന്ന്. പ്രണയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികളൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തെ മനസ്സിലാക്കുകയും അതിന് വേണ്ടത്ര റെസ്പെക്റ്റ് കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിൽ നിന്നുണ്ടാകുന്ന പ്രണയത്തിൻ്റെ ഭാവനകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് വ്യക്തമായി സ്പഷ്ടമായി അവതരിപ്പിക്കാനും അത് തുറന്നു പറയാനുമുള്ള ഒരു മനസ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ടാറ്റാ.